ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന പുഷ്പ ടു ദി റൂൾ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ തെലുങ്ക് സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള ഫസ്റ്റ് റിവ്യൂ ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അല്ലു അർജുൻ ആരാധകരും ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങൾ ഒന്നായിരുന്നു പുഷ്പ ടു ദി റൂൾ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് വലിയൊരു ബുക്കിംഗ് തന്നെ സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. വെളുപ്പിന് 4 മണിയോടുകൂടി തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലടക്കം ചിത്രത്തിന്റെ ആദ്യ ഷോകളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ബാംഗ്ലൂർ തുടങ്ങിയ മേജർ സിറ്റികളെല്ലാം തന്നെ ചിത്രത്തിന്റെ പ്രീമിയർ ഷോകളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് പ്രീമിയർ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഹെവി അഭിപ്രായങ്ങൾ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ രാവിലത്തെ ആദ്യ ഷോയ്ക്ക് കഴിയുമ്പോൾ വലിയൊരു അഭിപ്രായം തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ എന്തായാലും ഇനി നിറഞ്ഞാടാൻ പോകുന്ന പുഷ്പയാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സുകുമാരാണ് ഈ ഒരു സിനിമ ബ്രഹ്മാണ്ഡ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൽ ഫഹദ് ഫാസിൽ വില്ലൻ വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഫഹദ് ഫാസിന്റെ ഗംഭീര റോള് തന്നെയാണെന്നും എന്തൊക്കെയാണ് ഫസ്റ്റ് ഭാഗത്തിനേക്കാൾ 2ാം ഭാഗത്തിലാണ് ഫഹദ് ഫാസിന്റെ അഴിഞ്ഞാട്ടം കാണാൻ സാധിച്ചെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ആദ്യ ഭാഗത്തിനേക്കാൾ മികച്ച രീതിയിൽ തന്നെ രശ്മിക മന്ദാനയുടെ കഥാപാത്രവും 2ാം ഭാഗത്തിലുണ്ട്. 3.5 മണിക്കൂർ ലെങ്ത് ഉണ്ടെങ്കിലും ഒരു തരത്തിലും ചിത്രത്തിനെ മടുപ്പിക്കുന്നില്ല. ചിത്രത്തിന്റെ മലയാളം പതിപ്പിൽ നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതിൽ ആ കിസീക്ക് എന്ന് പറയുന്ന സോങ്ങിന് മാത്രമാണ് ഒരു ചെറിയെങ്കിലും നെഗറ്റീവ് അഭിപ്രായം, അതായത് ലിറിക്സിന് നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ തിയേറ്ററിൽ എല്ലാ തരത്തിലും ആഘോഷമാക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയായിരുന്നു പുഷ്പ 2 എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ. എന്തൊക്കെയാണ് ഹെവി ബുക്കിംഗ് ചിത്രം ഇതിനോടൊപ്പം തന്നെ മണിക്കൂറുകൾ വെച്ച് സ്വന്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രം ഇന്ന് 200 മുതൽ 250 കോടി രൂപ വരെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കുന്ന ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് വരും മണിക്കൂറിലെ റിവ്യൂകൾക്കായിട്ടൊക്കെ. അപ്പം അല്ലു അർജുൻ കേന്ദ്ര കഥാപാത്രത്തെ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.